CPI സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി ആലപ്പുഴയിൽ നാളെ പതാക ഉയരും. കാരുണ്യ സുരക്ഷാ പദ്ധതികൾക്കായി 124.63 കോടി രൂപ അനുവദിച്ച് മന്ത്രി വീണ ജോർജ്. നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനേകം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം. CPI സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി നാളെ പതാക ഉയരും. കയ്യൂരിൽ നിന്ന് പുറപ്പെട്ട പതാക ജാഥ, തിരുവനന്തപുരം പാളയത്തു നിന്ന് ആരംഭിച്ച ബാനർ ജാഥ, ശൂരനാട് നിന്നുള്ള കൊടിമര ജാഥ എന്നിവ വൈകിട്ട് സമ്മേളന നഗരിയിൽ എത്തിച്ചേരും. തുടർന്ന് PK മേദിനി പതാക ഉയർത്തും. സെപ്റ്റംബർ 9 മുതൽ 12 വരെയാണ് സമ്മേളനം. സംസ്ഥാനത്തെ കാരുണ്യ സുരക്ഷാ പദ്ധതിക്കും കാരുണ്യ ബെനവലന്റ് ഫണ്ട് പദ്ധതിക്കുമായി 124.63 കോടി രൂപ അനുവദിച്ചതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. 75.66 കോടി രൂപ കാരുണ്യ സുരക്ഷാ പദ്ധതിക്കും 49.3 കോടി രൂപ കാരുണ്യ ബെനവലന്റ് ഫണ്ട് പദ്ധതിക്കുമായാണ് അനുവദിച്ചത്. കാരുണ്യ സുരക്ഷാ പദ്ധതിയുടെ നടത്തിപ്പ് ചുമതലയുള്ള സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിയിലൂടെ ഈ തുക സൗജന്യ ചികിത്സ നൽകിയ ആശുപത്രികൾക്ക് വിതരണം ചെയ്തെന്നും മന്ത്രി പറഞ്ഞു. 2020 ഫെബ്രുവരിയിലെ കലാപത്തിന് പിന്നിലെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട UAPA കേസിൽ കുറ്റാരോപിതരായ ആക്ടിവിസ്റ്റുകളായ ഉമർ ഖാലിദ്, ഷർജിൽ ഇമാം, മറ്റ് 7 പേർ എന്നിവർക്ക് ഡൽഹി ഹൈക്കോടതി ചൊവ്വാഴ്ച ജാമ്യം നിഷേധിച്ചു. 2020 മുതൽ ഇവർ ജയിലിലാണ്. ജാമ്യാപേക്ഷ തള്ളിയ ജില്ലാ കോടതി ഉത്തരവിനെതിരെയാണ് പ്രതികൾ ഹൈക്കോടതിയെ സമീപിച്ചത്. ദുരുദ്ദേശത്തോടെ മുൻകൂട്ടി ആസൂത്രണം ചെയ്താണ് കലാപം നടത്തിയതെന്ന് ജാമ്യ ഹർജിയെ എതിർത്ത പ്രോസിക്യൂഷൻ പറഞ്ഞു. മുൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരായ ലൈംഗികാതിക്രമ പരാതിയിൽ 1-ൽ കൂടുതൽ യുവതികൾ ഗർഭഛിദ്രത്തിന് ഇരയായതായി അന്വേഷണ സംഘത്തിന്റെ നിഗമനം. ആശുപത്രികൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്താനാണ് ക്രൈംബ്രാഞ്ച് തീരുമാനം. അന്വേഷണ സംഘം ചികിത്സാ രേഖകൾ ശേഖരിക്കും. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തമായേക്കും. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടു. നാളെയോടെ ഒഡീഷ തീരത്തേക്ക് നീങ്ങാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന വിവരം. പലയിടങ്ങളിലും സാധാരണ ലഭിക്കുന്നതിനേക്കാൾ കൂടുതലായി മഴ ലഭിച്ചേക്കും. വടക്കൻ കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. കോഴിക്കോട് കളക്ടറേറ്റിൽ ഓണാഘോഷത്തിനിടെ ജീവനക്കാരിക്ക് നേരെ ലൈംഗികാതിക്രമം. ആരോപണ വിധേയനായ ജീവനക്കാരനെ സസ്പെൻഡ് ചെയ്തു. കളക്ടറേറ്റിലെ K സെക്ഷനിലെ ഉദ്യോഗസ്ഥൻ തനിക്കെതിരെ ലൈംഗികാതിക്രമം നടത്തിയെന്നാണ് ജീവനക്കാരിയുടെ പരാതി. പരാതിയെ തുടർന്ന് ഡെപ്യൂട്ടി കളക്ടർ നടത്തിയ അന്വേഷണത്തെ തുടർന്ന് ജീവനക്കാരനെ സസ്പെൻഡ് ചെയ്യുകയായിരുന്നു. മലപ്പുറം തിരൂരിലെ സ്കൂളിൽ RSSന്റെ ഗണിതഗീതം പാടി കുട്ടികൾ. ആലത്തിയൂർ KHMHS സ്കൂളിലാണ് സംഭവം. കഴിഞ്ഞ സ്വാതന്ത്ര്യ ദിനത്തിലാണ് സംഭവം നടക്കുന്നത്. കുട്ടികളാണ് പാട്ട് തിരഞ്ഞെടുത്തതെന്നും അത് ക്രോസ് ചെക്ക് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ലെന്നുമാണ് സ്കൂൾ അധികൃതർ പറയുന്നത്. അബദ്ധം പറ്റിയതാണെന്നാണ് സ്കൂൾ അധികൃതരുടെ വിശദീകരണം. സംഭവത്തിൽ ശക്തമായ പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട്. മധ്യപ്രദേശിൽ സർക്കാർ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ 2 നവജാത ശിശുക്കളെ എലികൾ കടിച്ച് പരിക്കേൽപ്പിച്ചു. ഇൻഡോറിലെ മഹാരാജ യശ്വന്ത് ചികിത്സാലയ ആശുപത്രിയിലാണ് സംഭവം. കഴിഞ്ഞയാഴ്ച ജനിച്ച 2 കുഞ്ഞുങ്ങളെയാണ് നവജാത ശിശുക്കൾക്കു വേണ്ടിയുള്ള ICUവിൽ വെച്ച് എലി കടിച്ചത്. ഞായറാഴ്ചയും തിങ്കളാഴ്ചയുമാണ് സംഭവം നടന്നത്. ഒരു കുഞ്ഞിന്റെ വിരലുകളിലും രണ്ടാമത്തെ കുഞ്ഞിന്റെ തലയിലും തോളിലുമാണ് എലി കടിച്ചത്. കന്നഡ വികാരത്തെ വ്രണപ്പെടുത്തിയെന്ന ആരോപണത്തിൽ ലോക ചാപ്റ്റർ 1ലെ സംഭാഷണത്തിൽ മാറ്റം വരുത്തുമെന്ന് നിർമ്മാതാക്കൾ. സംഭാഷണങ്ങൾ കന്നഡ വികാരത്തെ വ്രണപ്പെടുത്തണമെന്നുദ്ദേശിച്ചിട്ടുള്ളതല്ലെന്ന് ദുൽഖർ സൽമാന്റെ ഉടമസ്ഥതയിലുള്ള വേഫർ ഫിലിംസ് പ്രസ്താവനയിൽ അറിയിച്ചു. സംഭവത്തിൽ ഖേദം പ്രകടിപ്പിക്കുന്നതായും കമ്പനി അറിയിച്ചു. കേരള ക്രിക്കറ്റ് ലീഗിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന്റെ വൈസ് ക്യാപ്റ്റൻ സ്ഥാനമൊഴിഞ്ഞ് സഞ്ജു സാംസൺ. ഏഷ്യ കപ്പ് മത്സരങ്ങൾക്കായി UAEയിലേക്ക് പോകേണ്ടതിനാൽ സഞ്ജു ഇനി കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന് വേണ്ടി കളിച്ചേക്കില്ല. സഞ്ജുവിന്റെ അഭാവത്തിൽ മുഹമ്മദ് ഷാനുവാണ് കൊച്ചിയുടെ പുതിയ വൈസ് ക്യാപ്റ്റൻ. ജനേകം ഓൺലൈൻ മോജോ ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനേകത്തിന്റെ വെബ്സൈറ്റ്, YouTube ചാനലുകൾ സന്ദർശിക്കുക.